ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവചരിത്രമാണ്. ചരിത്രത്തിൽ ചില പേരുകൾ എത്ര കാലം കടന്നാലും മങ്ങിപ്പോകില്ല. അവരുടെ കഥകൾ തലമുറകളെ പ്രചോദിപ്പിക്കും. അങ്ങനെ ഒരു പേരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഫ്രഞ്ച് മിലിറ്ററി ലീഡർ ആൻഡ് എംപറർ. 1769 ആഗസ്റ്റ് 15 കോഴ്സിക്ക എന്ന ചെറിയ ദ്വീപിൽ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. ഒരു വളരെ സാധാരണ കുടുംബം. വലിയ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അവൻ്റെ സമ്പത്ത്. ചെറുപ്പം മുതൽ തന്നെ അവൻ വ്യത്യസ്തനായിരുന്നു. ശാന്തൻ, നിരീക്ഷകൻ, വലിയ ചിന്തകളുള്ളവൻ. മഹത്തായ യാത്രകളെല്ലാം ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഫ്രാൻസിലേക്ക് പഠിക്കാൻ പോയപ്പോൾ അവൻ്റെ ജീവിതം എളുപ്പമല്ലായിരുന്നു. കാരണം ഭാഷാപ്രശ്നം, ദാരിദ്ര്യം, കൂട്ടുകാരുടെ പരിഹാസം. പക്ഷേ അവൻ ഒരിക്കലും പിന്മാറിയില്ല. പുസ്തകങ്ങളായിരുന്നു അവൻ്റെ സുഹൃത്തുക്കൾ, സ്വപ്നങ്ങളായിരുന്നു അവൻ്റെ ശക്തി. നിങ്ങൾ ഒറ്റപ്പെട്ടവനാണെങ്കിൽ പോലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല. സൈനിക വിദ്യാലയത്തിൽ അവൻ കഠിനാധ്വാനം ചെയ്തു. സമയ നിയന്ത്രണം, പഠനശീലം, ആത്മവിശ്വാസം ഇവയെല്ലാം അവനെ ഒരു മികച്ച സൈനികനാക്കി. അവൻ പഠിച്ചത് യുദ്ധം മാത്രമല്ല, ജീവിതത്തിൽ ജയിക്കാൻ വേണ്ട തന്ത്രങ്ങളും. ഫ്രഞ്ച് വിപ്ലവം ഒരു വലിയ അവസരം. നെപ്പോളിയൻ അതിനെ പിടിച്ചു. ട്യൂലോൺ യുദ്ധത്തിലെ വിജയം അവനെ ഒരുപക്ഷെ ഫ്രാൻസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഒരു ചെറിയ ഓഫീസർ നിന്ന് വലിയ ജനറലായി. അവസരങ്ങൾ വരുമ്പോൾ അതിനെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് വിജയികൾ. 1799 അവനൊരു കൂദാശ നടത്തി ഫ്രാൻസിൻ്റെ അധികാരം കൈയടക്കി. 1804 അദ്ദേഹം സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇത് ഭാഗ്യം കൊണ്ടല്ല, ഇത് ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിരുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിയന്ത്രിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. നെപ്പോളിയൻ വെറും ഒരു യുദ്ധ നായകനല്ലായിരുന്നു. നെപ്പോളിയനിക് കോഡ്, നിയമപരിഷ്കാരം, വിദ്യാഭ്യാസ വികസനം, സാമ്പത്തിക പുരോഗതി. അവൻ ഒരു രാജ്യം തന്നെ മാറ്റി. ഓസ്റ്റർലിസ്റ്റ് പോലുള്ള യുദ്ധങ്ങൾ അവൻ്റെ പ്രതിഭയുടെ തെളിവാണ്. പക്ഷേ അധികാരം കൂടുമ്പോൾ അഹങ്കാരവും കൂടും. 1812 റഷ്യയിലെ ആക്രമണം നടത്തി. കടുത്ത തണുപ്പ്, ഭക്ഷണക്കുറവ്, സൈന്യത്തിൻ്റെ നഷ്ടം. ഇത് അവൻ്റെ വലിയ ഒരു പിഴവായിരുന്നു. വിജയം കിട്ടുമ്പോൾ വിനയം മറക്കരുത്, അല്ലെങ്കിൽ പരാജയം വേഗത്തിൽ വരും. 1815 വാട്ടർലൂ യുദ്ധം. അവിടെ അവൻ തോറ്റു. ഒരു സാമ്രാജ്യം നിമിഷം കൊണ്ട് തകർന്നു. അവസാനം സെൻറ്റ് ഹെലേന എന്ന ദ്വീപിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തപ്പെട്ടു. ഒറ്റപ്പെട്ട ജീവിതം, ചിന്തകളിൽ മുഴുകിയ ദിനങ്ങൾ. 1821 നെപ്പോളിയൻ അന്തരിച്ചു. പക്ഷേ നെപ്പോളിയൻ മരിച്ചിട്ടില്ല. അവൻ്റെ ചിന്തകൾ ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ചെറിയ തുടക്കം വലിയ വിജയത്തിലേക്ക് നയിക്കും. കഷ്ടപ്പാടുകൾ നിങ്ങളെ ശക്തമാക്കും.
ആത്മവിശ്വാസം വിജയത്തിൻ്റെ താക്കോലാണ്. അഹങ്കാരം വിജയത്തെ തകർക്കും. അതുകൊണ്ട് ഇമ്പോസിബിൾ എന്ന വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കൂ. നിങ്ങളുടെ കഥയും ഒരു ദിവസം ചരിത്രമാവാം. ഇന്ന് തന്നെ തുടക്കം കുറിക്കൂ. അപ്പം ഇതാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഒരു സംക്ഷിപ്ത രൂപത്തിലുള്ള ജീവചരിത്രം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. തുടർന്നും അടുത്ത ദിവസങ്ങളിൽ ഉള്ള വീഡിയോകൾ വരുന്നതുവരെ